എഗ് പപ്സ് ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? ഞാനും ഉണ്ടാക്കി അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ളൊരു എഗ് പപ്സ്. ആദ്യം തന്നെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മുട്ടയും പുഴുങ്ങിയിട്ടുണ്ട്. അതിലേക്കുള്ള മസാലയും റെഡിയാക്കി. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ട് ചേർത്ത് അതും കൂടി ഒന്ന് പറ്റി വന്നു കഴിയുമ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ മുട്ടയും ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ നമ്മൾ എഗ് പപ്സിനുള്ള ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇത് കടയിലൊക്കെ കിട്ടും കേട്ടോ, നമുക്ക് വീട്ടിലുണ്ടാക്കാനും പറ്റും. പക്ഷേ ഞാനിത് കടയിൽ നിന്നാണ് വാങ്ങിയത്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മസാലയും എഗ്ഗൊക്കെ കൂടി വെച്ച് ഇതൊന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു എഗ് പപ്സിൻ്റെ ആ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ഷേപ്പിലാണ്ടോ മടക്കി എടുത്തേക്കണം. ഇതെല്ലാം അടുക്കി വെച്ചതിന് ശേഷം ഞാൻ എഗ്ഗിൻ്റെ കൂട്ട് ഇതിൻ്റെ മേളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഓവനിൽ വെച്ചാണ്ടോ റെഡിയാക്കി എടുത്തത്. നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കടയിൽ നിന്ന് വാങ്ങിക്കണ പോലത്തെ ടേസ്റ്റി തന്നെ നമുക്ക് പപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഓവനില്ലെന്നൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട, അല്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. നല്ല അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ അമേരിക്കയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എഗ് പപ്സൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാനേ പറ്റുള്ളൂ.